ഹൈ ഹലോ, ഞാൻ ഫ്രം മൊമോ4. +2 കഴിഞ്ഞ സമയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കല്യാണാലോചനകൾ തുടങ്ങിയപ്പോൾ എന്നാ പിന്നെ ഒരു കല്യാണം അങ്ങോട്ട് കഴിച്ചേക്കാന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കല്യാണം കഴിച്ചേനാ ഹാപ്പിലി എവർ ആഫ്റ്റർ, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ബട്ട് ലിറ്റിൽ ഡിഡ് ഐ നോ, ലൈഫ് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 19കാരിക്ക് അന്ന് അത്ര അന്തം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളിൽ പലരെയും പോലെ ആഫ്റ്റർ മാരേജ് ലൈഫ് ഹാസ് ചേഞ്ച്ഡ് ഇൻ സോ മെനി വേസ്. അതിലേറ്റവും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമ്മൾ കളിച്ചു വളർന്ന വീട് മിസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ മിസ്സാക്കലില്ല. ഞാനും മക്കളും വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയ ഉമ്മക്കൊപ്പക്കും എന്താ ഉണ്ടാക്കി തരണ്ടേ, എന്താ വാങ്ങണ്ടെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ബീഫ് കറിയും ബീഫ് പൊരിച്ചതും പിന്നെ ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല. കട്ട്ലേറ്റിന് വേണ്ടി ചെറുതായ ഉള്ളിയും കറി ലീവ്സും കൊറിയാൻഡർ ലീവ്സും പിന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചില്ലിയും എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതിനിപ്പോൾ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേവിച്ച് വെച്ച് പൊട്ടാറ്റോയും ഷ്രെഡഡ് ചിക്കനും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ യു ഗൈസ് നോ ദ ഡ്രിൽ. ഷേപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ പണിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നേരെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കണം. അതാകുമ്പോൾ പൊരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാവും. പണ്ട് നോമ്പാലത്ത് ഞാനും എൻ്റെ അനിയത്തിയൊക്കെയായിരുന്നു ഈ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റുകൾ. അതൊക്കെ ഒരു കാലം. കട്ട്ലേറ്റ്സ് ഒക്കെ സെറ്റാക്കിയപ്പോഴേക്കും ബീഫ് കറിയും ബീഫ് പൊരിച്ചതൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ എന്താ, ഇതെല്ലാം കൂടെ ആത്മാർത്ഥമായിട്ടൊന്ന് കഴിച്ച് കാണിച്ചു കൊടുക്കാം. അത് ഞാൻ 100% നീതി പുലർത്തി ചെയ്തിട്ടുണ്ട്.